ഗൈസ്, ഇന്ന് ഒരുപാട് സന്തോഷ ദിവസമാണ്. സത്യം പറയാൻ ഇന്നെനിക്ക് സന്തോഷിക്കാൻ പറ്റും എനിക്ക് അറിയും കൂടിയില്ലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ വേറൊന്നുമില്ല, വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്ന് വൈകിട്ട് ഇറങ്ങും. ചെറിയ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോൾ തന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഓണൊക്കെ ആകുമ്പോൾ വണ്ടി ഇറക്കാൻ പറ്റില്ല നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ജോബ് കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അമൃത ഹോസ്പിറ്റലിൽ അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി ലോക്കിനായി. എന്താ വെച്ചാൽ നമുക്ക് അവിടെ അഡ്വാൻസ് കിട്ടി നമ്മളെല്ലാം കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുമല ചെയ്യുന്ന സമയമായി നമുക്ക് അവിടെ നിൽക്കുന്ന ടൈമിൽ. പിന്നെ പുതിയ സ്ഥലത്ത് ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തായാലും അഡ്വാൻസ് എന്തായാലും കിട്ടില്ല. കൺഫേം ആണല്ലോ, ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അഡ്വാൻസ് കിട്ടില്ല. അഞ്ഞായി ലോക്കായി അവിടെ വന്നിട്ട്. സത്യം പറയണമെങ്കിൽ ഞാൻ ഓണം ഈ വർഷത്തെ ഓണം എനിക്ക് ആഘോഷിക്കാൻ പറ്റുമോ, വീട്ടിൽ പോകാൻ പറ്റുമോ, ചെക്കന്മാരുടെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയില്ലെന്നോ. അത്രയും ലോക്കായി. ഞാൻ വീട്ടിലേക്ക് വണ്ടിയിലാണ് പോകാൻ പറ്റില്ല. പെങ്ങളും അളിയനൊക്കെ വരികയാണ് അവിടെ. അപ്പോൾ പെങ്ങള് അവിടെ വേറെ പ്ലാനിങ് ഇട്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇവരൊക്കെ എന്തെങ്കിലും ഇവരെ കൊണ്ടുപോകാനോ ഇവരെ ആഘോഷിക്കാനോ ഒന്നും എനിക്ക് പറ്റും. എനിക്ക് അറിയും കൂടി സത്യമായിട്ട് എനിക്ക് അറിയില്ല. ശരി, ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്, ഫ്രണ്ടാണ്. ഓള് എനിക്ക് ഹെൽപ്പിങ് ചെയ്തു തന്നു. ഇവിടെ തരാൻ പറഞ്ഞു ഫണ്ട്, എനിക്ക് വണ്ടി ഇറക്കാനായിട്ട്. എൻ്റെ അവസ്ഥ കാണുമ്പോൾ ഒരു വണ്ടി ഇറക്കാൻ ഫണ്ട് തരാൻ പറഞ്ഞു. പിന്നെ പട്ടാമ്പിൽ നിൽക്കുന്ന നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് ശരത്തും പ്രസാദും, ഇവർ രണ്ടാളും എനിക്ക് സഹായിച്ചു തന്നു. ഒരുപാട് നന്ദിയുണ്ട് 2-3 പേരോടേക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓണം കൂടിയും ആഘോഷിക്കാൻ പറ്റും. സത്യം ഡ്രസ്സും കൊടുക്കുന്നത് ഞാൻ. വെച്ചാൽ ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലേക്ക് പോകണ്ടേ. നമ്മൾ പ്രധാനപ്പെട്ട സമയമല്ലേ ഓണം പറയുന്ന സംഭവം. വർഷങ്ങളാകുമ്പോൾ വല്ലപ്പോൾ ഓണം വരില്ല നമുക്ക്. അതെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ആഘോഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ അവസ്ഥ അടച്ചേക്കൊന്ന്. സത്യം എനിക്ക് പോകാൻ പറ്റും, എനിക്ക് അറിയാൻ കൂടില്ല. പിന്നെ ശമ്പളം തന്നെ പകുതിയാണ് ഇന്ന് കിട്ടുക. അപ്പോൾ ഇല്ല ശമ്പളം വെച്ചിട്ട് വീട്ടിൽ പോവുക, അച്ഛനമ്മ ഇപ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കുക, പെങ്ങളേന് വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്, ഉള്ളപോലെ ഓണം നടത്തുക. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനില്ല ഈ 3 പേരോടാണ്. ഈ 3 പേര് സത്യം സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ഒരു മാനത്ത് നോക്കിയ അവസ്ഥ നിൽക്കുന്ന അവസ്ഥ വരുന്നു. അത്രയും ലോക്കായി കിടന്നാളാണ് ഞാൻ. സത്യമായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ട് വണ്ടി ഇറങ്ങും. വണ്ടീൻ്റെ പകുതിയെല്ലാം പണി കഴിഞ്ഞപ്പോൾ, പണിയില്ല എല്ലാം പണി കഴിഞ്ഞപ്പോൾ വണ്ടീൻ്റെ ഇന്നൊന്നുമില്ല. അപ്പോൾ ഗൈസ്, അല്ലല്ല ഓണം ആഘോഷിക്കുക. നമ്മൾ ഒരുപാട് പൈസ കയ്യിൽ വേണം വിചാരിക്കാണ്ട് ഇല്ല പൈസ കൊണ്ടും എല്ലാവരും ഓണം ആഘോഷിക്കുക. 1000 രൂപ വേണോ 1000 രൂപയ്ക്ക് ഓണം ആഘോഷിക്കുക. ഇത്രയുള്ളൂ ഗൈസ് പറയാനുള്ളത്. നമുക്ക് കൊല്ലത്തിൽ വരുന്ന ഓണാണത്. ഇതെങ്കിൽ ആഘോഷിച്ച് നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നാളെ മരിച്ചാലെന്ന് പറയാൻ പറ്റില്ല. ജീവിക്കുന്ന സമയം വരെ നമ്മൾ എൻജോയ് ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നെ സഹായിച്ചു തന്നു ഈ 3 പേരും. അവിടെ പറഞ്ഞാലും നന്ദി മറക്കില്ല. ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോസ്. എല്ലാവരും ഓണം ആഘോഷിക്കട്ടോ, മറക്കല്ലേ. ട്രിപ്പൊക്കെ പോവുക, പിന്നെ ശ്രദ്ധിച്ച് ഓണം ആഘോഷിക്കണം. ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അന്യായ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും ഓരോ സ്ഥലത്തുകൾ. അപ്പോൾ വണ്ടി സ്പീഡ് പോകാണ്ട് ശ്രദ്ധിച്ച് പോവുക. പിന്നെ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് പോകും എല്ലാവരും ഓണത്തിന് കേട്ടോ. പിന്നെ ബൈക്ക് ഓടിക്കണമെന്ന് പറയാനുള്ളത്, ബൈക്ക് ഓടിക്കുന്ന വിഷയമൊന്നുമില്ല. ഓണത്തിന് എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടാകും പെരക്കാർക്ക്. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന ചെക്കന്മാരോട് പറയാണ് മെല്ലെ പോകുക, ഓണം ആഘോഷിച്ചോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഈ കോളേജ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഭയങ്കര പേടി. ഓടിക്ക് തുമ്പ് പോകാതെ വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ ഓടിപ്പായുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ലൈസൻസ് ഉള്ളവർ വണ്ടി ഓടിക്കുക, ഹെൽമെറ്റ് 2 പേര് വെച്ച് പോകുക എവിടേക്ക് പോവുകയാണെങ്കിലും. അപ്പോൾ ഓണായോട് ഭയങ്കര ചെക്കിങ്ങൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഓണായോട് ചെക്കിങ് ഉണ്ടാവില്ല വിചാരിക്കും, പക്ഷെ ഓണായ ചെക്കിങ്ങൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് വരിക പറയാൻ പറ്റില്ല നമുക്ക്. ലാസ്റ്റ് നമ്മൾ 10 രൂപ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെക്കിങ് വരിക നമുക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പോകും. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക കേട്ടോ. എന്തായാലും ഇത്ര പറയാനില്ല എല്ലാവരോടും. ഓണം ആശംസകൾ എല്ലാവർക്കും. അടുത്ത വീഡിയോ ആയിട്ട് ബൈ.